അത് നേരാണ്. നേരെ മറിച്ച് നമ്മള് രണ്ട് ചെക്കന്മാരാണിപ്പോ ഞാൻ ആ ഡ്രസ്സ് ഇടണ്ട മറ്റേ ഡ്രസ്സ് ഇട്ടോന്നെങ്ങാനും പറഞ്ഞിക്കണ വെച്ചാലേ ഓലുണ്ട് ഈ പ്രായത്തിൽ ഇന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടി നിക്കണ്. ഇവള് പിന്നെ കാലം ചെറുപ്പം തൊട്ടിട്ട് തന്നെ അങ്ങനെ തന്നെ. ആദ്യം എന്നോട് പറ്റൂല, ഞാൻ അത് കാട്ടും ഇത് കാട്ടും എന്നൊക്കെ പറയെങ്കിലോ അവസാനം ഒക്കെ ഇഷ്ടപ്പെട്ട തന്നെ ഓള് ചെയ്യുള്ളൂ. അങ്ങനെ തന്നെയല്ല സെൽമു, ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ 3 മക്കളും അള്ളാന്റെ കൃപ കൊണ്ട് അങ്ങനെ തന്നെയാണ്. പഠിച്ചവൻ അത് നിലനിർത്തി തരട്ടെ. ആമീൻ. ഇന്നെ കുറിച്ച് അവര് പറഞ്ഞത് കേട്ടില്ലേ? ഇതുപോലെ ഓരോ രക്ഷിതാക്കൾക്കുണ്ടാവും അവരെ വളർന്നു വരുന്ന മക്കളെ കുറിച്ചിട്ട് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ. ആ സ്വപ്നത്തിനും പ്രതീക്ഷകൾക്കും ഒപ്പാണോ നമ്മൾ ജീവിക്കണേന്നുള്ളതല്ലേ അടുത്ത കാര്യം. അപ്പോ റിയയുടെ ജീവിതം ഇനി എങ്ങനെയാണെന്നൊക്കെ അറിയാനേ ഇനി വരുന്ന നമ്മളെ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ മുടങ്ങാതെ കാണണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായാല് മാക്സിമം നമ്മളെ കഥകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ഇടുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ മറ്റുള്ള കഥകളൊക്കെ കണ്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ നമ്മളെ സ്ഥിരം കഥ കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അടിപൊളി ഓഫറും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഷ്വാസ്കോഫിന്റെ പിന്നെ ഹെയർ സ്പായാണ് കേട്ടാ. നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ പാർലറിലും ഇവിടേക്ക് ഒന്നും പോവാതെ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ നമ്മളെ പിപ്പിരി മുടികൾ ഉണ്ടാവൂലേ, അതായത് എൻ്റെ മുടി നല്ല ചുരുണ്ട മുടിയായിരുന്നു. അപ്പൊ അതുപോലത്തെ നല്ല പിപ്പിരി ആയിട്ടുള്ള മുടികൾ നമുക്ക് ഹെയർ സ്പാ ചെയ്തിട്ട് നല്ല ഒതുക്കി റെഡിയാക്കി വെക്കാൻ ഈ ഒരു സംഭവം നമുക്ക് ആമസോണിൽ ഇപ്പൊ കുറഞ്ഞ റേറ്റിന് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഷാമ്പു ഇത് തന്നെ നമുക്ക് സ്മൂത്തനിങ് പിന്നെ ഹെയർ സ്പാ അതിനൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷാമ്പു ആണ് കേട്ടോ. അപ്പൊ ഈ 2 ഹെയർ പ്രൊഡക്റ്റുകളും പിന്നെ നമുക്ക് ആമസോണിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഇപ്പോൾ ഓഫർ റേറ്റിൽ ഉണ്ട്. അപ്പൊ അതുകൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ മുടിക്ക് വേണ്ടിയിട്ട് ഈ 2 സാധനങ്ങൾ ഉപയോഗിക്കുന്നവരാണെച്ചാൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവരാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് നോക്കുക. ഉപയോഗിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്നും കൂടിയും പറയാം. ഓക്കെ. അതുപോലെ ഇനിതാ നമ്മളെ ഈ ഒരു സബാമെഡിന്റെ സൺസ്ക്രീൻ ഞാൻ കുറെ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. അപ്പൊ ഇതും അതുപോലെ നമ്മളെ മാമാ എർത്തിന്റെ ഫേസ് വാഷും ഇത് രണ്ടും നമ്മളെ മുഖത്തിന് വേണ്ടിയിട്ടുള്ളത്. ഇത് രണ്ടും ഇപ്പോൾ ആമസോണിൽ നല്ല ഓഫർ റേറ്റിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കുക, വാങ്ങിക്കുക. കൂടെ ഇതാ താരം പോയിട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മാമാ എർത്തിന്റെ ഹെയർ ഫോൾ കൺട്രോൾ ഷാമ്പൂ ആണ് കേട്ടോ. ഒനിയൻ ഷാമ്പൂ ആണ് ഇത് വരുന്നത്. നമ്മൾ സാധാരണ പറഞ്ഞില്ല താരനുള്ളവർക്ക് തലയിൽ ഉള്ളി ഇറക്കി വെക്കിയാൽ മതി എന്നൊക്കെ. അപ്പൊ അതിന് പകരമായിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള മാമാ എർത്തിന്റെ ഒനിയൻ ഹെയർ ഫോൾ കൺട്രോൾ ഷാമ്പൂ ആണ് കേട്ടോ. ഞാനിത് ഒറ്റ തവണ യൂസ് ചെയ്തിട്ട് വെക്കുള്ളൂ. ഇനി നല്ല സ്മെല്ലാണ് കേട്ടോ. ഒറ്റ തവണ യൂസ് ചെയ്തിട്ട് വെക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കറക്റ്റ് റിവ്യൂ പറയാൻ അറിഞ്ഞുകൂടാ.